ജില്ലാ മിഷൻ ഒരുക്കുന്ന സാങ്കേതിക സാക്ഷരതാ പരിപാടി ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. നമ്മുടെ അയൽക്കൂട്ടാംഗങ്ങൾക്കിടയിൽ പോലും ആശയപ്രചരണത്തിനും ചർച്ചകൾക്കും ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ വിവിധ ഘട്ടങ്ങളിലായി കുടുംബശ്രീ വനിതകളെ ഇതിനായി പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമ്മളിൽ അധിക പേരും ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പരിചയിച്ചവരാണെങ്കിലും ആ അറിവിനെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. കാലഘട്ടത്തിന്റെ ആവശ്യമായ ഈ പഠന പ്രക്രിയ ഒരു പ്രതിസന്ധിയായല്ല, പുതിയൊരു കഴിവ് വികസിപ്പിക്കുന്നതിനുള്ള അവസരമായി കാണാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. കോവിഡ് നിയന്ത്രണത്താൽ വീടുകളിൽ തന്നെ കഴിയുന്ന നാമെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വഴിയുള്ള പഠന പ്രവർത്തനങ്ങളാണ് നാം ആരംഭിക്കുന്നത്. മഹാമാരി അരങ്ങുവാഴുന്ന കാലം പല പുതിയ അറിവുകളും നേടുന്നതിനുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. നിത്യജീവിതത്തിൽ അത്യാവശ്യമായ പല സേവനങ്ങളും ലോക്ക്ഡൌണും കണ്ടെയ്ൻമെന്റ് സോണുകളും മൂലം നമുക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ മുന്നോടിയാവട്ടെ ഈ പഠനം. 45 ലക്ഷത്തോളം അയൽക്കൂട്ടാംഗങ്ങൾക്ക് അടിസ്ഥാനപരമായ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീയുടെ ജെൻഡർ വിഭാഗമാണ് സാങ്കേതിക സാക്ഷരതാ പരിപാടി അഥവാ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത്. ഈ പരിശീലനം മൊബൈൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നടത്താനാണ് ഉദ്ദേശ്യം. മൊബൈൽ ഉപയോഗിക്കുന്നവർ സാധാരണയായി നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇന്റർനെറ്റ് പ്രോബ്ലം, സ്പേസ് ഇല്ല, പുതിയ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യാനാവുന്നില്ല തുടങ്ങിയ ചെറിയ ചെറിയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരങ്ങളാണ് ഈ പരിശീലന പരിപാടിയിൽ. ഫോൺ വഴി എങ്ങനെ ഒരു മീറ്റിംഗ് നടത്താം, എങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കാം, മെയിൽ എങ്ങനെ അയക്കാം, എടുക്കാം തുടങ്ങി വിവിധ വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. 2011 കണക്കനുസരിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 560 കോടിയാണ്. നല്ലതും ചീത്തയുമായ വശങ്ങൾ എല്ലാറ്റിനും എന്ന പോലെ ഇവിടെയും ഉണ്ടാകും. പല ദുരന്തങ്ങളും നമ്മുടെ മേൽ വന്നു പതിക്കുമ്പോൾ ഫലപ്രദമായി വിവരസാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മുടെ ശാക്തീകരണം അല്ലെങ്കിൽ വിജയം. എങ്ങനെ ഒരു ഫോൺ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ മിക്കതും ആൻഡ്രോയിഡ് വേർഷനാണ്. ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ എന്നിങ്ങനെയുള്ള മൊബൈൽ ഉപകരണങ്ങൾക്കായുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ചെറിയൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഫോണിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സോഫ്റ്റ്വെയറുകളാണുള്ളത്. ഒരു ഫോണിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഓപ്പറേഷൻ സിസ്റ്റത്തെയാണ്, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗൂഗിൾ പേ, ഗെയിം, മെയിൽ, ഇതിനെയൊക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോകൾ, വീഡിയോകൾ മുതലായവ
ഫോണിൽ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗമാണ് മെമ്മറി കാർഡ്. ഫോണിന് നിശ്ചിത മെമ്മറി ഉണ്ടാകും. നമുക്ക് കൂടുതൽ സൂക്ഷിച്ചു വെക്കാനുണ്ടെങ്കിൽ മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്പേസ് ഇല്ല, വാട്സപ്പ് മെസ്സേജുകൾ വന്ന് നിറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നൊക്കെ. ഒരു ഫോൺ സുഗമമായി പ്രവർത്തിക്കാൻ ഫോൺ മെമ്മറിയുടെ 3 GB എങ്കിലും ഒഴിഞ്ഞു കിടക്കണം. GB എന്നാൽ മെമ്മറിയുടെ അളവുകോലാണ്. ബൈറ്റ്, KB അഥവാ കിലോബൈറ്റ്, MB അഥവാ മെഗാബൈറ്റ്, GB അഥവാ ജിഗാബൈറ്റ്, TB അഥവാ ടെറാബൈറ്റ് തുടങ്ങിയവയാണ് മെമ്മറിയെ സൂചിപ്പിക്കാൻ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. നിങ്ങളുടെ ഫോൺ മെമ്മറി എത്രയാണെന്നറിയാൻ സെറ്റിംഗ്സിൽ കയറി റാം ആൻഡ് സ്റ്റോറേജ് സ്പേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇന്റർനെറ്റ് കണക്ഷൻ എന്തെന്ന് നോക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ആഗോള ശൃംഖലയാണത്. ഇന്റർനെറ്റിൽ കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ നാം ഉപയോഗിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. ദൂരമോ സമയമോ അതിന് പ്രശ്നമല്ല. ഫോൺ വിളിക്കുന്നതിനും നെറ്റ് ഉപയോഗിക്കുന്നതിനുമുള്ള കോംബോ ഓഫറുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഇന്റർനെറ്റ് സേവനങ്ങളിൽ അധികവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രദേശത്ത് മികച്ച രീതിയിൽ നെറ്റ് ലഭ്യമാകുന്ന ഓഫറുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ മെമ്മറിയും ഇന്റർനെറ്റും ശരിയെങ്കിൽ ഗുണകരമായ രീതിയിൽ നമുക്ക് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താം. ഈ സംവിധാനം ഒരു നാടാണെന്ന് സങ്കല്പിക്കുക. നമുക്ക് ഇവിടെ ജീവിക്കാൻ സർക്കാർ ഇതര സേവനങ്ങൾ ആവശ്യമുള്ളതുപോലെ അതിനുവേണ്ടി വിവിധ സേവന കേന്ദ്രങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് പോലെയാണ് മൊബൈൽ ഫോണും അതിലെ ആപ്ലിക്കേഷനുകളും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആശയ കൈമാറ്റത്തിനായി കൂടുതൽ പേരും ആശ്രയിക്കുന്ന വാട്സപ്പിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.